ഡാൻ, ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. ഇപ്പോൾ മനോരോഗ വിദഗ്ധൻ മനഃശാസ്ത്രജ്ഞൻ ശ്രീ രഘുനാഥ് പാറക്കലുണ്ട്. സർ, ഇപ്പം നമ്മൾ ഈ ഒരു മുഴുവൻ കേസ് എടുത്താൽ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുവരെയും ആ വീട്ടുകാർ ഒട്ടും അവർ കൺവിൻസ്ഡ് അല്ല ഇതൊരു മരണം സംഭവിച്ചു. അവരിപ്പോഴും വിശ്വസിക്കുന്നത് അത് പരിപാവനമായ ഒരു ചടങ്ങായിരുന്നു എന്നതാണ്. അവരെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു പോലീസിന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഒരു സ്വാഭാവിക മരണമാണ്. ഒരു പരാതി കിട്ടിയാൽ അതിൽ അന്വേഷണം നടത്തണം, അത് തെളിയിക്കണം. അത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്, സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ്. അവരെ സംബന്ധിച്ച് ഒരു മരണം നേരത്തെ ആ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. നേരത്തെ ഡോക്ടർ ഷേർലി വാസു ഒക്കെ പറയുമായിരുന്നു, ഒരുപക്ഷെ ഇവരെ നമുക്ക് മുഴുവൻ കുറ്റം പറയാൻ പറ്റില്ല, ഇവർ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഈ ഒരു മുഴുവൻ സംഭവങ്ങൾ നോക്കുമ്പോൾ ഇവരുടെ മനോനില, അവരുടെ വിശ്വാസം, ഇതൊക്കെ എങ്ങനെയാണ് താങ്കൾക്ക് വിലയിരുത്താൻ കഴിയുന്നത്? ഇതില് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതില് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വിശ്വാസവുമായി ആർജിച്ചുകൊണ്ട് അവര് ഇപ്പോഴും അന്ധമായിട്ട് വിശ്വസിക്കുന്നു അത്തരം കാര്യങ്ങൾ സാധ്യമാണ്. ആ രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ അടക്കം ചെയ്യാം എന്നുള്ള രീതിയിലുള്ള വിശ്വാസമുണ്ട്. ഇത് പലപ്പോഴും പുരാണത്തിലും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ യോഗീശ്വരന്മാരുടെ ഇത്തരം കാര്യങ്ങളെ ചെയ്തിട്ടുള്ള അവര് വിശ്വാസത്തിന്റെ ബലമായിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ട് ആവാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തോ ഇതിലൊരു ദുരൂഹതയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് വാസ്തവത്തിൽ എന്തോ ഒരു കാര്യം മറച്ചു വെക്കാനായിട്ട് ഇവര് ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് തോന്നിയതായിട്ടുള്ള ഒരു കാര്യം എന്ന് തോന്നിയത്, ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുമായി രീതിയിലുള്ള അവർ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്തു തന്നെയായാലും ഇത് ശാസ്ത്രീയമായി നമുക്ക് ശരിക്ക് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് അറിയുള്ളൂ. എന്തായാലും ആ കുടുംബത്തില് ഇത്തരം വിശ്വാസ്യത ആഞ്ഞ് തന്നെ മനസ്സിൽ തറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അവരുടെ 3 സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഞാൻ ടി വിയിൽ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യം. പലപ്പോഴും ഈ ക്രൈമുകളൊക്കെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം നമുക്കറിയാമല്ലോ, പലപ്പോഴും വിശ്വാസത്തിന്റെ പേരിലാണ് ക്രൈമുകളൊക്കെ നടക്കുക. അപ്പോൾ ആ തരത്തിൽ കൂടി നമുക്കൊരു ആശങ്കയുണ്ട്. ഈ ഒരു ദിവ്യത്വം അതുണ്ടാക്കുന്ന ഇനി തുടർന്ന് അതുണ്ടാക്കുന്ന അതിന്റെ പ്രതിഫലനങ്ങൾ, ആ ക്ഷേത്രം, ഇങ്ങനെ പലതും ഇതുമായി ഇഴചേർന്ന് കിടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഇടപെടാതിരിക്കാൻ ഒരു തരത്തിലും പോലീസിനും കഴിയുമായിരുന്നില്ല. തീർച്ചയായിട്ടും ഇതും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇതൊരു തെളിവെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യം. കാരണം വിശ്വാസ്യതയെ മുതലെടുത്തുകൊണ്ടിട്ട് നമ്മളുടെ കേരളം ഇത്രയൊക്കെ എന്താ പറയുന്ന സാക്ഷരതയിൽ മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ പോലും ഇത്തരം വിശ്വാസത്തെ മുന്നിട്ടുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇത് വളച്ചൊടിച്ചുകൊണ്ട് അതിൽ നേടിയെടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. ആ ക്ഷേത്രത്തിനൊരു പരിഭാവനത വരാനായിട്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നത്, ആ ക്ഷേത്രത്തിന് ഇപ്പോൾ ആൾക്കാരും വിസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ തൊഴാൻ വരികയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിശ്വാസ്യതയുടെ പേരിൽ വളച്ചൊടിക്കപ്പെട്ടിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനും കൂടെ ഇത് അവര് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാം പറഞ്ഞതുപോലെ നമ്മളത് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്, പോലീസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. ഇവരുടെ ഈ സംഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഡോക്ടർക്ക് എന്താണ് തോന്നുന്നത്? അതായത് മരിച്ചു എന്ന് പറയാൻ പോലും ഇവർ സമ്മതിക്കുന്നില്ല, അത് സമാധിയാണ് എന്ന് പറഞ്ഞ് ഈ വരുന്ന പൊതുസമൂഹത്തോട് മുഴുവൻ അവർ 3 പേരും തർക്കിക്കുന്നത് ഇത് സമാധിയാണ്, മരണമല്ല എന്നാണ് പറയുന്നത്. അതേ, സമാധിയാണ്, മരണമല്ല എന്ന് പറയുമ്പോൾ 3 പേരുടെ സ്റ്റേറ്റ്മെന്റ് മാധ്യമ കാലഘട്ടത്തിൽ പറഞ്ഞത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ടി വിയിൽ കണ്ടതായിട്ടുള്ള ഒരു കാര്യം. അപ്പോ ഇത് പൂർണ്ണമായിട്ട് അവരുടെ ഈ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം വളരെ സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശരി, താങ്ക് യു ഡോക്ടർ സംസാരിച്ചതിന്. ഇപ്പോൾ നമ്മൾ